ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ഒളിമ്പ്യാഡ്സ്. ഇപ്പോൾ ജയമോന്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ടോപ്പിക്കിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവൈലബിൾ ആണ്. ജയമോ റിലേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഔട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടൈം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വെരി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ പറയുന്നത് the length of a rectangle is increased by 20% and breadth is decreased by 20%. Find the percentage change in its area. അപ്പോൾ ലെങ്ത്തിന്റെ കേസിൽ 20% ഇൻക്രീസ് ചെയ്യാണ്, ബ്രെഡ്ത്തിന്റെ കേസിലാണെങ്കിൽ 20% ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏരിയ എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാറുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും ഓരോ നമ്പർ എടുത്തുകൊണ്ടാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇനീഷ്യൽ ലെങ്ത് അതുപോലെ തന്നെ ബ്രെഡ്ത്ത്, ഇനീഷ്യലി ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 20 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 10 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ പറയുന്നത് ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ലെങ്ത് എത്രയായിട്ട് മാറും? 24 ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ കേസിലാണെങ്കിൽ 20% ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 10ൽ നിന്ന് അതിന് 20% ഡിക്രീസ് ചെയ്യുക. ദാറ്റ് മീൻസ് എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഏരിയയുടെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എത്രയും നോക്കാം. ഏരിയ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 20 × 10 ഫസ്റ്റത്തെ കേസിൽ. ദാറ്റ് മീൻസ് 200 ആണ്. ഇനി പുതിയ ഏരിയ എത്രയായിരിക്കും? നമുക്കറിയാം 24 × 8 ആണ് കാണാനുള്ളത്. 20 × 8 എന്ന് പറഞ്ഞാൽ 160 ആണ്. 4 × 8 എന്ന് പറഞ്ഞാൽ 32 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 192 ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പുതിയ ഏരിയ ആയിട്ട് വരുന്നത്. ഇനി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 200ൽ നിന്ന് 192 ആയിട്ട് മാറാണ്. അതായത് ഏരിയയെ സംബന്ധിച്ച് കുറയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് അവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് നോക്കുക, 200ൽ നിന്ന് ഏരിയ എത്രയായിട്ട് മാറി? 192 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് ഏരിയയിൽ ഏകദേശം ഒരു 8ന്റെ കുറവാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 8 ആണ്. അപ്പൊ 8 ഡിവൈഡഡ് ബൈ ഏതിൽ നിന്നാണ് ചേഞ്ച് വന്നത്? 200ൽ നിന്നാണ് ചേഞ്ച് വന്നത്. പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ വൈസ് പറയണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ചെയ്യുന്നതിന് ഇതാ പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു, അതിന്റെ ഒരു ഇക്വേഷൻ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ബിഗർ നമ്പറിന് സ്മോളർ കുറക്കുക. ഇനീഷ്യൽ ആണോ ഫൈനൽ ആണോ ബിഗർ, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കുറക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യൽ ആണ് ബിഗർ അല്ലെ, ആദ്യം 200 ആയിരുന്നു ബിഗർ. അതായത് അൾട്ടിമേറ്റ്ലി അവിടെ ആ ഒരു ക്വാണ്ടിറ്റി ഡിഫറൻസ് എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് രണ്ട് വാല്യൂസ് ഉണ്ട്, ആദ്യം ഉണ്ടായിരുന്നതും പിന്നെ ഉണ്ടായിരുന്ന ഏരിയയും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അവിടെ നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതാണോ ബിഗർ അതിന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇനീഷ്യൽ മൈനസ് ഫൈനൽ ചെയ്താൽ, ഈ ഒരു കേസിലാണെങ്കിൽ 200 - 192 നമുക്ക് 8 കിട്ടും. നേരെ തിരിച്ചു ചെയ്താൽ -8 കിട്ടും. പക്ഷെ -8 അല്ല, അപ്പൊ ആ ക്വാണ്ടിറ്റി എത്രയാണ് ആ ചേഞ്ച്, അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അപ്പൊ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. ഓക്കെ, ഇനീഷ്യൽ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ 100 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, 100ൽ എത്ര 100 ഉണ്ട്? 1 ആണ്. 200ൽ എത്ര 100 ഉണ്ട്? 2 ആണ്. സോ ദ ആൻസർ ഈസ് 8/2 = 4%. 4% ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പെർസെൻറ്റേജ് ഡിക്രീസ് ആവുന്നത് ഏരിയന്റെ കേസിൽ. പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്. ഓക്കെ, ഡിക്രീസ് ആണെന്നുള്ള പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം 200ൽ നിന്ന് ഏരിയ എന്തായിട്ട് മാറി? 192 ആയിട്ട് കുറയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to AC. ഓക്കെ, ആംഗിൾ A is equal to 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ B ആൻഡ് ആംഗിൾ C. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കടാ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കാം. ഇത് A ആക്കിയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇത് B ആക്കി കൺസിഡർ ചെയ്തു, ഇത് C ആക്കി കൺസിഡർ ചെയ്തു. അപ്പൊ AB-യും AC-യും ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എയുടെ അളവ് എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് എന്ത് കൈൻഡ് ഓഫ് ട്രയാങ്കിളാ? ആണ് ഇത്? ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ എന്താണ് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? അവിടെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഈ ആംഗിൾ B എന്താണോ അത് തന്നെയായിരിക്കും ആംഗിൾ സിയും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മളോട് ഇവിടെ ആംഗിൾ ബിയും അതുപോലെ തന്നെ ആംഗിൾ സിയും നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി B കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് സിയും വരിക. അപ്പൊ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി? കണ്ടെത്തിയാൽ മതി.
ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താ, ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 180 വരണം. അപ്പൊ ഇവിടെ 80 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 100 വരണം. കാരണം 100 + 80 ആണ് നമുക്ക് എത്ര വരിക? 180 വരിക. അപ്പോൾ ഓരോന്നും എത്ര വരും? 100 / 2, ദാറ്റ് മീൻസ് 50 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിളും 50 ഡിഗ്രി ആണ്, ഈ ഒരു ആംഗിളും എന്ത് തന്നെയാണ്? 50 ഡിഗ്രി ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അപ്പൊ ഐസോസെൽസ് ട്രയാങ്കിൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 14 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ആ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെന്ന് വിചാരിക്കാം. സ്ക്വയറിന്റെ ഒരു സൈഡ് ഒരു എ സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്താ? 4a അല്ലെ? 4 സൈഡുകളാണ് ഉണ്ടാവുക. 4a. 4a is equal to 2 into l plus b. 2 into l plus b എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയറിന്റെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അല്ലെ? ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4a is equal to 2 into റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയാണ്? 14 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 10 ആണ്. ഓക്കെ, സോ 4a is equal to 2 into 14 plus 10 24 ആണ്. ഓക്കെ, അപ്പോൾ 4a is equal to 48. 2 into 24 എന്ന് പറഞ്ഞാൽ 48. അങ്ങനെയാണെങ്കിൽ a is equal to 48 divided by 4 is equal to 12. ഓക്കെ, അപ്പൊ a എന്ന് പറയുന്നത് എന്താ? സ്ക്വയറിന്റെ ഒരു സൈഡാണ്. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ കമ്പയർ ഇറ്റ്സ് ഏരിയ വിത്ത് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഓക്കെ, റെക്ടാംഗിളിന്റെ ഏരിയ എത്ര? ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഓക്കെ, നമുക്ക് അടുത്തൊരു പേജിലേക്ക് ആക്കി എഴുതാം. ഏരിയ ഓഫ് റെക്ടാംഗിൾ എത്രയാ? ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് മീൻസ് ലെങ്ത് ഇവിടെ 14 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്. അപ്പോൾ 14 into 10 ഈക്വൽ ടു 140 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഇവിടെ a into a ആണ് വരിക. a എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 12 ആണ്. അപ്പോൾ 12 into 12 ഈക്വൽ ടു 144 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എന്ത് പറയാൻ പറ്റും? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ ഏരിയനെക്കാളും 4 സെന്റിമീറ്റർ സ്ക്വയർ എന്താണ്? കൂടുതലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ക്വയറിന്റെ ഏരിയ ആണ് കൂടുതൽ. എത്രയാണ് കൂടുതൽ വരുന്നത്? ഏകദേശം 4 സെന്റിമീറ്റർ സ്ക്വയർ ഏതിനേക്കാളും റെക്ടാംഗിളിനെക്കാളും അവിടെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഹൗ മെനി ലൈൻസ് ഓഫ് സിമ്മട്രി ഡസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ്? താഴെ തന്നിരിക്കുന്ന ഓരോന്നിനും എത്ര ലൈൻ ഓഫ് സിമ്മട്രി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് നമുക്ക് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ് വരുന്നത്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇക്വലേറ്ററൽ ട്രയാങ്കിളിന് എത്രയാ? 3 എണ്ണമാണ് അല്ലേ? 3 ലൈൻ ഓഫ് സിമ്മട്രി ആണ് ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരും, അതുപോലെ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ ഒന്ന് വരും. ഇതാണ് അവിടെ 3 ലൈൻ ഓഫ് സിമ്മട്രി നമുക്ക് എന്ത് ചെയ്യാം? വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ക്വയർ ആണ് പറയുന്നത്. സ്ക്വയറിനാണെങ്കിലോ 4 എണ്ണമാണ് അല്ലേ? അതായത് ഇങ്ങനെ സ്ക്വയർ വരാണെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലിയും അതുപോലെ തന്നെ വെർട്ടിക്കലിയും വരും, പിന്നെ 2 ഡയഗണലിയും കൃത്യമായിട്ട് നമുക്ക് വരും. 4 എണ്ണമാണ് സ്ക്വയറിന്റെ കേസിൽ ഉണ്ടാവുക. ഇനി റെക്ടാംഗിൾ നോൺ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം എല്ലാ സ്ക്വയറും ഒരു കൈൻഡ് ഓഫ് റെക്ടാംഗിൾ തന്നെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ നോൺ സ്ക്വയർ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെക്ടാംഗിളിനാണെങ്കിൽ 2 എണ്ണമാണ് ഉണ്ടാവുക. 2 എണ്ണം ഉണ്ടാവുക. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയഗണലി ഉണ്ടായിരിക്കില്ല. ഡയഗണലി അതെന്തല്ല? സിമ്മട്രിക് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന് 6 എണ്ണമാണ് ഉണ്ടാവുക. റെഗുലർ ഹെക്സഗൺ അതിന് 6 എണ്ണമാണ് ഉണ്ടാവുക. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം.
എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 80 മീറ്റർ ലോങ് ആൻഡ് 60 മീറ്റർ വൈഡ്. ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. എ പാത്ത് ഓഫ് യൂണിഫോം വിഡ്ത്ത് 5 മീറ്റർ റൺസ് ഓൾ അറൌണ്ട് ദ ഔട്ട്സൈഡ് ഓഫ് ദ ഫീൽഡ്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ഒരു റെക്ടാങ്കുലർ പാത്ത് വരുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അതിന്റെ പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പാത്ത് വരുന്നുണ്ട്. ഈ പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ? 5 മീറ്റർ ആണ്. 5 മീറ്റർ ആണ്. ഓക്കെ, ഉള്ളിലുള്ള റെക്ടാങ്കിളുടെ ലെങ്ത് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ ലെങ്ത്, ഈ പുറത്തുള്ള ഈ ഒരു റെക്ടാങ്കിളിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഓക്കെ, ഇവിടെ 5 ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 5 ആയിരിക്കൂലേ? ഓക്കെ, ഇവിടെയും ഈ ഒരു ലെങ്ത്തും 5 മീറ്റർ ആയിരിക്കൂലേ? ഈ ഒരു ലെങ്ത്തും 5 മീറ്റർ ആയിരിക്കും. കാരണം വിഡ്ത്ത് 5 മീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് 5 മീറ്റർ തന്നെയാണ് വരിക. അപ്പോൾ പുറത്തുള്ള ആ ഒരു ടോട്ടൽ റെക്ടാങ്കിൾ, അതായത് ഈ ഒരു ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എത്രയാന്ന് കണ്ടെത്തിയിട്ട് ഈ ഉള്ളിലുള്ള ഏരിയ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി പുറത്തുള്ള ഈ ഒരു പാത്തിന്റെ ഏരിയ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഈ പുറത്തുള്ള ലെങ്ത് എത്രയാ വരിക? പുറത്തുള്ള ലെങ്ത് എന്ന് പറയുന്നത് 80 + 10 ആണ്. 80 + 5 കൂട്ടരുത്. ഇവിടെ ഒരു 5 ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 5 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലെങ്ത് ആയിട്ടുള്ള 80യുടെ കൂടെ ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5. അപ്പൊ 80 + ടോട്ടൽ 10 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 90 മീറ്റർ ആണ്. 90 മീറ്റർ. ബ്രെഡ്ത്തിന്റെ കേസിൽ അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി 60 മീറ്റർ ഉണ്ട്. ഇവിടേക്ക് ഒരു 5, ഇവിടേക്ക് ഒരു 5. 60 + 5 + 5 നമുക്ക് എത്ര വരും? 70 മീറ്റർ വരും. 70 മീറ്റർ വരും. അപ്പൊ ഈ പുറത്തുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? നമുക്കറിയാം 90 × 70 ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? അതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഉള്ളിലുള്ള റെക്ടാങ്കിളിന്റെ ഈ ഒരു ഏരിയ ആണ് മൈനസ് ചെയ്യേണ്ടത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 80 × 60 ആണ്. 80 × 60 ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ 9 × 7 × 100 എന്ന് വിളിച്ചൂടെ? 90 × 70 9 × 7 × 100 എന്ന് പറയാം. ഇവിടെയും അതേപോലെ തന്നെ 8 × 6 × 100 എന്ന് പറയാം. ഞാൻ 100നെ കോമൺലി പുറത്തേക്ക് എടുക്കുകയാണ്. 100നെ കോമൺലി പുറത്തേക്ക് എടുത്തു. ഫസ്റ്റത്തെ കേസിൽ 9 × 7 ആണ് ബാക്കിയുള്ളത്. 9 × 7 എന്ന് പറഞ്ഞാൽ 63 ആണ്. മൈനസ് 8 × 6 എന്ന് പറഞ്ഞാൽ 48 ആണ്. ഓക്കെ, 63 - 48 ദാറ്റ് മീൻസ് 15 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 100 × 15 ദാറ്റ് മീൻസ് 1500 മീറ്റർ സ്ക്വയർ ആണ്. 1500 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ ഒരു പാത്തിന്റെ ഏരിയ എന്ത് ചെയ്യാം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്ക്വയർ ആൻഡ് എ റെക്ടാങ്കിൾ ഹാവ് സെയിം പെരിമീറ്റർ ഈക്വൽ ടു 48 സെന്റിമീറ്റർ. ഇഫ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 8 സെന്റിമീറ്റർ, which figure has greater area and by how much? ഓക്കെ, അപ്പോ രണ്ടിനും സെയിം പെരിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡ് 4a ആണ്, നമുക്ക് എന്ത് പറയാം? 48 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ a is equal to 48 / 4 is equal to 12 സെന്റിമീറ്റർ ആണെന്ന് പറയാം. അതായത് സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏരിയ എത്ര വരിക? സ്ക്വയറിന്റെ ഏരിയ എത്ര വരിക? 12 × 12, അതായത് 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. ഇനി റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണ്. അത് എത്രയാണ്? 48 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ 2 × ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ ലെങ്ത് + ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 48 / 2 is equal to 24 വരും. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. ബ്രെഡ്ത്ത് 8 ആണ് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് 8 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് + 8 is equal to 24. ആണെങ്കിൽ ലെങ്ത് is equal to 24 - 8 is equal to 16 സെന്റിമീറ്റർ. ഓക്കെ, ഏരിയ എത്ര വരിക? ഏരിയ is equal to ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 16 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. 16 × 8. ഓക്കെ, 16 × 8 എന്ന് പറഞ്ഞാൽ എത്ര? ഏരിയ ഓഫ് റെക്ടാങ്കിൾ 16 × 8 ദാറ്റ് മീൻസ് 128 ആണ്. 128 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഒബ്വിയസ്ലി നമുക്ക് അവിടെ സ്ക്വയറിന്റെ എന്താണ് കൂടുതലുള്ളത്? ഏരിയ ആണ് കൂടുതലുള്ളത്. ബൈ ഹൗ മച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര കൂടുതലാണ്? ജസ്റ്റ് 144ൽ നിന്ന് 128 മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് 16 സെന്റിമീറ്റർ സ്ക്വയർ എന്താണ്? സ്ക്വയറിന്റെ ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയനേക്കാളും കൂടുതലാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 10 √2 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ആൻഡ് പെരിമീറ്റർ. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് കൈൻഡ് ഓഫ് റിസൾട്ട് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട് എന്ന് വിചാരിക്കാം. കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു സൈഡ് എ ആയിരിക്കും, ഈ ഒരു സൈഡും എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് a√2 ആയിരിക്കും. ഇതെല്ലാ സ്ക്വയറിനും അങ്ങനെ തന്നെയാണ്. സൈഡ് എന്താണോ ഇൻറ്റു √2 ആയിരിക്കും അതിന്റെ ഡയഗണൽ വരാം. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെ നമുക്ക് നോക്കാം? ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ അല്ലേ വരും, അതൊരു 90 ഡിഗ്രി ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈറ്റിന്റെ പകരം ഞാനിവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് എടുക്കുന്നുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റൂട്ട് ആവും. അതായത് ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, ബേസ് എന്ന് പറയുന്നത് എ ആണ്, എ സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നതും എ തന്നെയാണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എ അവിടെ തന്നെ ഉണ്ടാവും, ബാക്കി ആരുണ്ടാവുക? ഉള്ളിൽ √2 ആണ് ഉണ്ടാവുക. അപ്പൊ a√2 ആണ് നമുക്ക് അതിന്റെ ഡയഗണൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡയഗണൽ 10√2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എത്ര ആയിരിക്കോടാ? അതിന്റെ സൈഡ് 10 ആയിരിക്കും. കാരണം ഇവിടെ 10 വന്നാലാണ് ഇവിടെ 10√2 വരിക. അപ്പൊ സൈഡ് നമുക്ക് എത്രയാന്ന് കിട്ടി? സൈഡ് 10 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? എന്താണ്? സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഏരിയ കാണാം. ഏരിയ ഇസ് ഈക്വൽ ടു 10 × 10 അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ് 10 × 10 ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. 4a ആണ് അല്ലേ? 4 × a ദാറ്റ് മീൻസ് 4 × 10 ഇസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ പെരിമീറ്ററും കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ഏരിയയും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 2 triangles ABC and DEF are such that AB is equal to DE, BC is equal to EF, angle B is equal to angle E. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് വിച്ച് കോൺഗ്രുവൻസ് റൂൾ അപ്ലൈസ് ആൻഡ് റൈറ്റ് ദ കോൺഗ്രുവൻസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആദ്യം നമുക്ക് ഈ 2 ട്രയാങ്കിൾ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരക്കാം. നിങ്ങൾക്ക് അളവൊന്നും പ്രശ്നമില്ല, ജസ്റ്റ് 2 ട്രയാങ്കിൾ വരച്ചാൽ മതി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. അപ്പൊ ഞാൻ ഇവിടെ ആംഗിൾ ബി കൊടുക്കാണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്തായി? ആംഗിൾ ഇ ആയി. ഓക്കെ, പിന്നെ എ ബി ഈസ് ഈക്വൽ ടു ഡി ഇ. ഇവിടെ എ കൊടുക്കുകയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ഡി ഇ. ഓക്കെ, അപ്പൊ എഫ് ഇവിടെ വരും, ഇവിടെ സി വരും. ഓക്കെ, ഇനി അവർ പറയുന്ന കാര്യം നോക്കാം. എ ബിയും ഡി ഇയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എ ബിയും അതുപോലെ തന്നെ ഡി ഇയും ഈക്വൽ ആണെന്നുള്ളത്. അതുപോലെ തന്നെ ബി സിയും ഇ എഫും. ഓക്കെ, അപ്പൊ ആ 2 സൈഡും ഈക്വൽ ആണ്. അപ്പൊ 2 ലൈൻ ഇട്ട് കൊടുക്കാം, ഇവിടെ 2 ലൈൻ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് ആംഗിൾ ബിയും ആംഗിൾ ഇയും. അപ്പൊ നോക്കുക, 2 സൈഡുകൾ അതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ. ദാറ്റ് മീൻസ് ഏത് ക്രൈറ്റീരിയൻ ആണ്? SAS ക്രൈറ്റീരിയൻ ആണ് അല്ലെ? SAS സൈഡ് ആംഗിൾ സൈഡ് ക്രൈറ്റീരിയൻ ആണ്. ഓക്കെ, ഇനി നമ്മളോട് കോൺഗ്രുവൻസ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺഗ്രുവൻസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ABC ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എക്ക് ഭാഗമായിട്ട് ഏതാ വരുന്നത്? ഡി ആണ്. നെക്സ്റ്റ് ബി ആണെങ്കിൽ അതിന് ഇ ആണ്, ഈ സിക്ക് ആണെങ്കിൽ എഫ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ കോൺഗ്രുവൻസ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. A rectangular floor of dimensions 9 meter into 6 meter is to be covered by square tiles of 30 centimeter. How many tiles are needed? അപ്പൊ നോക്കുക, ഒരു റെക്ടാങ്കുലർ ഫ്ലോർ ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 9 meter into 6 meter ആണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ ടൈലിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഇവിടെ മീറ്റർ ആണ്, ഇവിടെ സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ടൈൽ വേണ്ടിയിരുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ആക്ച്വൽ കൺസെപ്റ്റ് എന്താ വരുന്നത്? ഒരു റെക്ടാങ്കിൾ, അതിലിങ്ങനെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഇങ്ങനെ വെക്കാണ്. അപ്പൊ ഓരോ സ്ക്വയർ വയും ഈ റെക്ടാങ്കിളിന്റെ കുറച്ച് ഏരിയാസ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോവല്ലേ. അപ്പൊ ടോട്ടൽ ഏരിയന്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യാണ്? ഓരോ ടൈൽസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് പോവാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താ? ആദ്യം കാണുന്നത് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിന്റെ ഏരിയ എത്രയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏരിയ ഫ്ലോറിന്റെ ഏരിയ ഓഫ് ഫ്ലോർ തന്നെ കൊടുക്കാം, കൺഫ്യൂസ് ആവണ്ട.
ഏരിയ ഓഫ് ഫ്ലോർ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എല്ലാത്തിനും ഒരേ യൂണിറ്റിലേക്ക് മാറ്റുക. ഇവിടെ 9 മീറ്റർ ആണ്, അതിന് സെന്റിമീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 900 സെന്റിമീറ്റർ ആണ്. കാരണം ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് എല്ലാം ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. 6 മീറ്റർ ആണെങ്കിൽ അതിനെ 600 സെന്റിമീറ്റർ നമുക്ക് ആക്കാം. ദാറ്റ് മീൻസ് 9 into 6 54 ആണ്. 54,0,0,0,0 അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, മീറ്റർ അല്ല, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഏരിയ ഓഫ് ടൈലിന്റെ ഏരിയ എത്ര? ഏരിയ ഓഫ് ടൈല് ഈക്വൽ ടു 30 into 30 ഈക്വൽ ടു 900 അല്ലേ, 2 zeros 900 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാ, ഇതിനോട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ number of tiles is equal to 54,0,0,0,0 divided by 900 ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, 2 zeros കട്ട് ചെയ്തു, താഴെ നിന്ന് 2 zeros കട്ട് ചെയ്തു. 54 divided by 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. സോ ദ ആൻസർ വിൽ ബി 600. ഇവിടെ 6 ഉണ്ട്, ബാക്കി 2 0 ഉണ്ട്. 600 ടൈൽസ് ആണ് വേണ്ടി വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 10 centimeter സച്ച് ദാറ്റ് ഇറ്റ്സ് വെർട്ടിസസ് ലൈ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ഓഫ് ദ ലാർജർ സ്ക്വയർ. കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഇന്നർ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ജസ്റ്റ് നോക്കുക, ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് വേറൊരു സ്ക്വയർ മേക്ക് ചെയ്യാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു സ്ക്വയർ, അപ്പൊ നിങ്ങൾ ഈ ഉള്ളിൽ കാണുന്ന ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ഈ ബിഗ്ഗർ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാം. ലോജിക്കലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കാം, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ കൂടി വരക്കാണ്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൂടി വരക്കാണ്. ഇപ്പൊ ഇത് എത്ര ഭാഗങ്ങളായി? 1 2 3 4 5 6 7 8 ഭാഗങ്ങളാണ് ആയത്. ഓക്കെ, 8 ഭാഗങ്ങൾ ആയിട്ടുണ്ട്. ഓക്കെ, 8 ഭാഗം. നമുക്കതിൽ എത്ര ഭാഗത്തിന്റെ ഏരിയ കാണാനുള്ളത്? 1 2 3 4 ഭാഗത്തിന്റെ ഏരിയ ആണ് കാണുന്നത്. അതായത് ഇതിന്റെ ഹാഫ് പോർഷൻ, 8ന്റെ ഹാഫ് പോർഷൻ. അപ്പൊ ടോട്ടൽ ഏരിയ എത്രയാണോ അതിന്റെ ഹാഫ് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയില്ലേ. ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയ എത്രയാണോ അതിന്റെ ഹാഫ് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 into 10, അതായത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് വിൽ ബി അവർ ആൻസർ. 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പൊ ജോമെട്രിയുടെ കൂടുതൽ സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.